അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് ചായക്ക് നല്ല അടിപൊളി കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കലത്തപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. എങ്കിലും എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. കുതിർത്ത് വെച്ച അരി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കൂടി തന്നെ കുറച്ച് തേങ്ങ ചെരുവിയതും കുറച്ച് ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകവും 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ശർക്കര ഇവിടെ ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനീ പണിയെടുക്കുന്ന നേരം കൊണ്ട് തന്നെ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ സിറ്റൗട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടി നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ചൂടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചീരുള്ളിയും തേങ്ങാക്കൊത്തും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ചും കൂടി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ അരച്ചെടുത്ത മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കലത്തപ്പം അവിടെ ആവണ നേരം കൊണ്ട് തന്നെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനിടയിൽ കൂടെ കലത്തപ്പം അയക്കണമെന്ന് തുറന്ന് നോക്കിയിട്ടോ, പക്ഷെ ആയിട്ടില്ല. അപ്പോൾ സിറ്റൗട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി. ഇന്ന് കുറച്ച് നേരം വെയിലുണ്ടായതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചു. മഴ എപ്പോഴാണ് പെയ്യാന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചു. തുണികളൊക്കെ അയലുമെന്നൊക്കെ പെറുക്കിയെടുത്ത് അകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ പോയി കലത്തപ്പത്തിൻ്റെ അടുത്തേക്ക് എന്തായിക്കണമെന്ന് നോക്കാൻ. അപ്പോൾ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കലത്തപ്പം ആയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ചായ വെച്ചത്. ചായ വെക്കണ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. കലത്തപ്പം ആയപ്പോഴാണ് കേട്ടോ ചായ വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ വേഗം ചായയും വെച്ചിട്ട് സിറ്റൗട്ടിൽ കുറച്ച് നേരമൊക്കെ കുട്ടികളെ കളിയൊക്കെ കണ്ടു ഒന്നിങ്ങനെ വന്നിരുന്നു. വൈകുന്നേരം ആയാൽ പിന്നെ മരുവിന് ബാങ്ക് കൊടുക്കോളം സിറ്റൗട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കലത്തപ്പവും ചായയൊക്കെ കുടിച്ച് ആ ഒരു ഊക്കിൽ കുറച്ച് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇളച്ചൻ്റെ കുട്ടിയുടെ മുറ്റത്ത് കളിക്കുന്നുണ്ടായിന്. അപ്പോൾ ഓക്ക് ലേസം കൊടുത്തു. കുട്ടികൾക്കും ചായ കൊടുത്തിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. കുട്ടികൾക്കും തന്നെ ഒരു രസം, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ഞങ്ങളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങൾക്കും നല്ലതല്ലേ, വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. എന്നൊന്നും ഇറങ്ങിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും കേട്ടോ കുട്ടികളെയും കൊണ്ട്. കലത്തപ്പും ചായയൊക്കെ കുടിച്ചതിൻ്റെ ആ ഒരു പവറിൽ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ നടക്കാൻ. വിശ്രമിക്കുന്നൊരു സ്ഥലം കണ്ടപ്പോൾ കുട്ടികൾ അവിടെയും കയറിയിരുന്നു കുറച്ച് നേരം കേട്ടോ. കുറച്ച് സമയം നടക്കും, പിന്നെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ കുറച്ച് തോനെ നേരം ഞങ്ങൾ നടന്നു കേട്ടോ. ഈ നേരത്തെ നടത്തണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. വെയിലും ഇല്ല, നല്ല അടിപൊളി കാറ്റും അടിക്കുന്നുണ്ട്. നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാൻ. എപ്പോഴും വീടിനകത്തല്ലേ, അപ്പോൾ ഒന്നിങ്ങോട്ട് വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ അതൊരു രസം വേറെ തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് കുറച്ച് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളും കുറച്ച് നേരം ആ പാർക്കിനുള്ളിലൊക്കെ കളിച്ചു. അവർ കുറച്ച് സമയം പാർക്കിൽ കളിച്ചോട്ടെ എന്ന് കരുതി കുറച്ച് സമയം അവരുടെ കളിയും കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം കൂടി നിന്നിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ള ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണത്. ഞങ്ങൾ ഇവിടെ ഇളച്ചിയാളും കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് നടക്കാൻ ഇറങ്ങുക. അത് എങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം ഇറങ്ങുള്ളൂ. ഈ നടത്തത്തിനിടയിലൂടെ കണ്ടില്ലേ നല്ല തണുത്ത കാറ്റ് കേട്ടോ. നല്ലൊരു സുഖം കേട്ടോ ആ കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോൾ. പ്രകൃതിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണി ആയപ്പോഴാണ് ഇവിടെ നിന്ന് തിരിച്ചത്. പിന്നെ സാവധാനം നടന്ന് 6:30-6:45 ആയിക്കണം വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഏത് രീതിയിലുള്ള വീഡിയോ ആണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്